ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. സർക്കാർ നടത്തിയ IAS അഴിച്ചുപണിയിൽ ടൗൺഷിപ്പ് പദ്ധതിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ തസ്തികയിൽ ആരെയും നിയമിച്ചിട്ടില്ല. ഇതോടെ സുപ്രധാനമായ ഈ പുനരധിവാസ പദ്ധതി കാതലില്ലാ കളരിയായി മാറിയിരിക്കുകയാണ്. LDF സർക്കാർ ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു വയനാട് ടൗൺഷിപ്പ്, അഥവാ വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഒരു ഭവന നിർമ്മാണ പദ്ധതി എന്നൊക്കെ പറയുന്നൊരു സാധനം. എന്നാൽ ഇന്ന് അധികാരത്തിൽ വന്നിരിക്കുന്ന പൂക്കി സതീശൻ അല്ലെ പൂക്കി മുഖ്യമന്ത്രിയുടെ ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നൊരു പദ്ധതി നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് അത് തുടർന്നു പോകാൻ സാധിക്കില്ല എന്ന് പറയുന്ന രീതിയിൽ ഇവർ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. വയനാട് ടൗൺഷിപ്പ് പുനരാവിഷ്കരിക്കുന്നതിന് അല്ലെ വയനാട് ടൗൺഷിപ്പ് ഈ പറയുന്ന പണികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻസും എടുക്കാതെ, അല്ലെങ്കിൽ ആ ടൗൺഷിപ്പ് ഇപ്പം നിന്നിരിക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് തുടരാൻ വേണ്ടിയിട്ട് ഒരു നടപടികളും നിയമ നടപടികളോ അല്ലെങ്കിൽ അല്ലാതെയുള്ള നടപടികളോ ഒന്നും എടുക്കാതെ എല്ലാം ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഈ സ്മാരകം പണിയുന്ന തിരക്കുകളിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പൂക്കി സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. വയനാട്ടിലെ ജനങ്ങൾ തന്നെ തോൽപ്പിച്ചു വിട്ടൊരു ആളുകളുണ്ടായിരുന്നു അല്ലേ, ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ അല്ലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ. ജനങ്ങളോടൊപ്പം എല്ലാ സമയത്തും നിന്ന് ജനങ്ങളിൽ ഒരാളായി നിന്ന് അവരോടൊപ്പം എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെ തോൽപ്പിച്ചു വിട്ടിട്ട് ഭരണമാറ്റം വേണം അല്ലെങ്കിൽ വികസന മാറ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് കുത്തിയത് നന്ദികേട് മാത്രം കാണിക്കുന്ന, വൃത്തികേട് മാത്രം കാണിക്കുന്ന, തോന്നിവാസങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കായി പോയല്ലോ എന്നുള്ളത് ഇന്നിപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഒരു വീട് നിർമ്മിച്ച് നൽകുക അല്ലെ ഒരു കൂട്ടം വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നതിനേക്കാൾ അപ്പുറം ഞങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ആശയം അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് അവരുടെ എല്ലാവരുടെയും ജീവിതം പടുത്തുയർത്തുന്നതിനായിട്ട് ഒരു സാമ്രാജ്യം പടുത്തുയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കേവലം വീട് വെച്ച് നൽകുന്ന ഒരു സർക്കാരിൻ്റെ പദ്ധതിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് അതിനെപ്പറ്റിയുള്ള ഒരു വലിയൊരു പദ്ധതി, വലിയൊരു ടൗൺഷിപ്പായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ ആവിഷ്കരിക്കാനായിട്ട് പോകുന്നതെന്നാണ് പിണറായി വിജയൻ സഖാവ് അടക്കമുള്ള ആ പാർട്ടിയിലെ ആണത്തമുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്ന ആളുകളെല്ലാം പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ ഈ മനോരമയിൽ കാണുന്നത്, നിങ്ങൾ വേറെ കാര്യം ഓർക്കണം, ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ച വീഡിയോ മനോരമ ന്യൂസ് പങ്കുവച്ചിരിക്കുന്നതാണ്. മഞ്ഞരമയെപ്പോലെ ഒരു വാർത്താ മാധ്യമം അല്ലെങ്കിൽ ഒരു ചാനല് ഈ ഒരു വീഡിയോ പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നാട് ഭരിക്കുന്ന, ഇന്ന് കേരളം ഭരിക്കുന്ന കേരളത്തിൻ്റെ സർക്കാർ, പൂക്കി സർക്കാർ എത്രത്തോളം പൂക്കിത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വേറെ തെളിവുകളൊന്നും വേണ്ടി വരില്ല. ജനങ്ങളെ അറിയാതെ, ജനഹിതം അറിയാതെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ഞങ്ങൾ വലിയ മറ്റേത് ചെയ്യുന്നുണ്ട് മറിച്ചത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രഹസനം കാണിച്ചാൽ മാത്രം പോരാ നേതാക്കന്മാരെ. ആ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണം. അത് ചെയ്ത് കാണിച്ചിരുന്ന ഒരു സർക്കാർ തന്നെയായിരുന്നു ഇടതുപക്ഷം. ആ ഇടതുപക്ഷം ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ കോലാഹലങ്ങൾ അല്ലെ പുകിലുകൾ? അയ്യോ എൻ്റെ വീട്ടിൽ ഭയങ്കര വിള്ളലാണ്, എൻ്റെ വീടുകളിൽ വിള്ളലിൽ കൂടിയൊക്കെ വെള്ളം കിനിയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മറ്റേടത്ത് വരെ വിള്ളലുമുണ്ട് ഒരു കൊങ്ങി പുത്രനെയും കൂടി രംഗത്തേക്ക് ഇറക്കി. ആരായിരുന്നു അത്? നൗഫൽ എന്ന് പറയുന്ന വീട്ടുടമ. അയാളുടെ വീട്ടിൽ നിറയെ വിള്ളലാണത്രേ. സർക്കാർ പണിത് കൊടുത്തിരിക്കുന്ന വീട്ടിൽ വിള്ളലാണ്. വീട്ടിലേക്ക് കയറി താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇടതുപക്ഷ സർക്കാർ അവിടെ വിള്ളൽ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിള്ളലാണോ അല്ലേ എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയ മന്ത്രി കെ രാജൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ നമുക്കറിയാം, റവന്യൂ മിനിസ്റ്റർ ആയിട്ടുള്ള കെ രാജൻ. ആ കെ രാജൻ മിനിസ്റ്റർ അവിടെ പോയപ്പോൾ അദ്ദേഹത്തിനെ കൂലിപ്പണി രാജൻ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കൊങ്ങിപുത്രൻ അവർ ആവിഷ്കരിച്ചത് അല്ലേ. അതായത് ഒരാൾ പെട്ടെന്ന് വന്നിട്ട് കിളി പാറിയതുപോലെ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, എൻ്റെ വീടിൻ്റെ മുകളിൽ എന്തൊക്കെയോ ചെയ്യുന്നു, എൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്, ഞാനല്ലേ ഈ വീടിൻ്റെ ഗൃഹനാഥൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് കൊടുത്ത് ബൈറ്റൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി നടന്ന കെ രാജൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പറ്റി നൗഫൽ പറഞ്ഞാണ് നിങ്ങൾ ഓർക്കണം. അതായത് കിളി പോയൊരു മന്ത്രി അല്ലെങ്കിൽ കൂലിപ്പണിക്കാരൻ, കൂലിപ്പണി രാജൻ, ഈ പേരൊക്കെയാണ് അയാൾക്ക് കൊടുത്തത്. അപ്പോൾ അത് കെ രാജൻ എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ ഒരു പേര് എനിക്ക് കിട്ടിയതിൽ അഭിമാനമേ ഉള്ളൂ, ഞാൻ അതിനെ എൻ്റെ തലയിലേക്ക് എടുത്ത് വെക്കുന്നു, ഒരു വലിയൊരു കിരീടം പോലെ എടുത്ത് വെക്കുന്നു. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് അവരെനിക്ക് തന്ന പേരാണ് കൂലിപ്പണി രാജനെങ്കിൽ ആ കൂലിപ്പണി രാജനാവാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർ ഈ കാണിക്കുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഓരോ കാര്യങ്ങളെയും എടുത്ത് വളച്ചൊടിച്ചുകൊണ്ട് ഇങ്ങനെ ചർച്ചയ്ക്ക് വരുന്നൊരു സ്വഭാവക്കാരല്ല ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർ നെറുകേടിൽ കൂടി വിജയിച്ചിട്ട് പോലും അതിനെപ്പറ്റി കമവെന്നൊരു അക്ഷരം മിണ്ടാതെ ഇവരാരും ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നേ പുകിലുണ്ടാക്കരുത്. ഇപ്പം ഇടതുപക്ഷം തന്നെയാണ് വീണ്ടും ജയിച്ചതെങ്കിൽ ഈ വലതുപക്ഷം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. EVM തട്ടിപ്പാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളായിരിക്കും. എന്നാൽ ഇവർ EVM തട്ടിപ്പിൽ കൂടി ജയിച്ചിട്ടും അതിനെപ്പറ്റി ഒന്നും ഒരക്ഷരവും മിണ്ടാതെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിനെ നമ്മളവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ശതമാനം ജനങ്ങളും ഇടതുപക്ഷത്തിന് ഹൃദയപക്ഷമെന്നും വിളിക്കുന്നത്. ബാക്കി കണ്ടു നോക്കാം. സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ നടന്ന IAS ഉദ്യോഗസ്ഥരുടെ അഴിച്ചുപണിയിലാണ് ടൗൺഷിപ്പ് പദ്ധതിക്ക് പണി കിട്ടിയത്. 2026 ജൂൺ 8 പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം
ടൗൺഷിപ്പിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്ന ഡോക്ടർ JO അരുണിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം അദ്ദേഹത്തെ പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറായും ജലഗതാഗത ഡയറക്ടറായും നിയമിച്ചു. എന്നാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന നിർണായക പദവിയിൽ പുതിയ ആളെ നിയമിച്ചിട്ടില്ല. ഇതോടെ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളും മേൽനോട്ടവും ആര് നിർവഹിക്കുമെന്നതിൽ വലിയ അവ്യക്തതയാണ് നിലനിൽക്കുന്നത്. പൂർത്തീകരിച്ച 178 ഉൾപ്പെടെ 311 വീടുകളുടെ വാർപ്പ് ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ധാരണ. പക്ഷേ അത് തുടർച്ചയായിട്ടുള്ള മോണിറ്ററിംഗ് ഇല്ലെങ്കിൽ വലിയ അപകടത്തിലാകും. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെ അടിയന്തരമായി നിയമിക്കാൻ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കും. മുൻ LDF സർക്കാരിന്റെ കാലത്ത് ദുരന്തബാധിതരുടെ പുനരധിവാസ നടപടികൾ അതിവേഗം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഡോക്ടർ JO അരുണിനെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ചുമതലപ്പെടുത്തിയത്. ജില്ലാ കളക്ടർക്കൊപ്പം മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ നേരിട്ടുള്ള ഇടപെടൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേഗത കൈവന്നിരുന്നു. എന്നാൽ പുതിയ മാറ്റത്തോടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. പുനരധിവാസ ടൗൺഷിപ്പ് പദ്ധതിയുടെ മേൽനോട്ടത്തിന് കൃത്യമായ സംവിധാനമില്ലാത്തത് ദുരന്തബാധിതരെ ആശങ്കയിലാക്കുന്നു. ഇതിൽ എത്രയും വേഗം തന്നെ സർക്കാർ ഇടപെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദുരന്തബാധിതർ. കൽപ്പറ്റ ടൗൺഷിപ്പിൽ നിന്ന് സാജു. എടാ, നിങ്ങൾക്ക് ഇത് തന്നെ വേണം. നിങ്ങൾ കാണിച്ച നന്ദികേടിന് നിങ്ങൾക്ക് കിട്ടിയൊരു മറുപടി തന്നെയാണ് ഈ കാണുന്നതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഇത് ഞാൻ മാത്രമല്ല, നല്ലൊരു ശതമാനം ജനങ്ങളും ഇത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. കാരണം എല്ലാത്തിനും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരുന്ന എന്തൊരാവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തിയിരുന്ന ആ ആളുകളെ അവരെ ഒരുമാതിരി വൃത്തികെട്ട ആളുകളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് തന്നെ, അല്ലെ അവരെ വൃത്തികെട്ട ആളുകളായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ വൃത്തികെട്ട കളികൾ കളിച്ചപ്പോൾ നിങ്ങൾ ആരും വിചാരിച്ചില്ല ഒരു പണി നിങ്ങൾക്ക് മറിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. നിങ്ങൾ ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാളെ അവിടെ വിജയിപ്പിച്ചു. ഈ ടി സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അവിടെ എന്താണ് ശരിക്കും ചെയ്തിട്ടുള്ളത്? അവിടെയുള്ള ആളുകളോട്, വോട്ട് ചെയ്ത ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അവിടെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെ വയനാടിൻ്റെ ഏത് ഭാഗത്തുള്ള ആളാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെ കൊങ്ങികളുടെ അടിമകൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം. അതായത് ടി സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈ ഒരു കോൺഗ്രസ്സിൽ വന്നതിന് ശേഷം അയാൾ ചെയ്തിട്ടുള്ള വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാം ചിലപ്പോൾ. ഇനി അതല്ലാതെ വയനാട് ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം ചെയ്തതെന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. തറക്കല്ലിടുക എന്ന് പറയുന്നതിനേക്കാളപ്പുറം സ്ഥലത്തിനൊരു ജസ്റ്റ് ഒരു കല്ലെടുത്തിട്ട് ഒരു മാർക്ക് ഉണ്ടാക്കി വെക്കുക എന്നതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയെങ്കിൽ ആ ഒരു പ്രവൃത്തിക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ കാണാൻ പോകുന്നതും കല്ലിടിയിൽ മാത്രമായിരിക്കും, കല്ലിടിയിൽ പ്രഹസനങ്ങൾ മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നുള്ളതിൻ്റെ ഒരു തെളിവ്, ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ വീഡിയോയിൽ ഞങ്ങൾ കല്ലിടാൻ മാത്രം വന്നവരല്ല, അല്ല ഞങ്ങൾക്ക് കല്ലിടാൻ മാത്രമല്ലേ അറിയാവുള്ളൂ, നിങ്ങൾ വെറുതെ എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മെഴുകുന്ന ഈ പറയുന്ന പൂക്കിമോൻ്റെ കൂട്ടത്തിലുള്ള ടി സിദ്ദിഖിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വീഡിയോ എന്തായാലും നിങ്ങൾ കാണിക്കണം. ആ വീഡിയോ എന്തായാലും ഞാൻ കാണിച്ചു തരാം. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള കാര്യത്തിന് വേണ്ടി ദുരന്ത ബാധിതരെ ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ തറക്കല്ലല്ലോ എടുത്തത്, ഞങ്ങൾ വീട് കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ ടി സിദ്ദിഖ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. കണ്ടില്ല, അവിടെയുള്ള ആളുകളുടെ ആ ഒരു കൂവി വിളിയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും കൂടി കൂവി നശിപ്പിച്ചു വിട്ടിരിക്കുകയാണ് ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാളിനെ. ഞങ്ങൾ കല്ല് മാത്രം ഇട്ട് പോകുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ടി സിദ്ദിഖിനെ പരിഹസിച്ചുകൊണ്ട് തന്നെ കെ രാജൻ അന്ന് ആ വേദിയിൽ വെച്ച് തന്നെ കൊടുക്കുന്നൊരു മറുപടി കൂടിയുണ്ട്. അവിടെ കണ്ടു നോക്കാം. കല്ലിന്റെ നീള കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച കിട്ടിയ കാശ് എത്രക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഹരിച്ച് ആ തുക ഓരോരുത്തരുടെയും കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് പണി നിർത്തി അങ്ങ് പോയിക്കൂടെ? എന്തിനാണ് നിങ്ങൾ ഈ പണം ഇങ്ങനെ എടുത്തു വെച്ച് ആർക്കും കൊടുക്കാതെ സൂക്ഷിക്കുന്നത്? എത്രയേറെ വിമർശനങ്ങൾ, എത്രയേറെ അഭിപ്രായ പ്രകടനങ്ങൾ, ഒന്നും കുലുങ്ങിയില്ല ഇച്ഛാശക്തിയുള്ള ഈ കേരളം. സാധാരണ ഒരു വീട് നിർമ്മിക്കുമ്പോ 3 അടി താഴ്ചയിലേക്ക് വാരമെടുത്താൽ മതി. എന്നാൽ ഈ വീടുകൾ നിർമ്മിച്ചത് ഒരു ദുരന്തത്തിനും ഇനി ഈ വീടുകളെ, ഈ മണ്ണിനെ, മനുഷ്യരെ വിട്ടുകൊടുക്കരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഡിസാസ്റ്റർ എഞ്ചിനീയറിംഗിന്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് 10 അടി താഴ്ചയിലേക്ക് കുഴിയെടുത്ത് പില്ലറ് വെട്ടി അവിടെ തീർക്കുന്ന 410 ഭവനങ്ങൾ. ഈ വീട് വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വെറും വീടുകളാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നതെങ്കിൽ, അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ മെഴുകുന്നതെങ്കിൽ നിങ്ങൾ ഇതോടെ കേട്ടുകൊള്ളുക.
അതായത് ഒരു വീട് പണിയുന്നത് 6 അടി അല്ലെങ്കിൽ 5 അടി അല്ലെങ്കിൽ 4 അടിയിൽ താഴ്ചയിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വാനം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ, ഈ വീട് പണിതിരിക്കുന്നത് 10 അടി താഴ്ചയിൽ വാനം എടുത്തുകൊണ്ട് തന്നെ, അല്ല തറക്കല്ലിട്ടുകൊണ്ടാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അടിസ്ഥാനമാക്കിയുള്ള, അല്ല അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീട് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. വെറുതെ ഒരു 4-5 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടുന്ന ഒരു വീടെന്നുള്ള രീതിയിലല്ല ചെയ്തിരിക്കുന്നത് സാരം. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ, അത് വെള്ളപ്പൊക്കമായിക്കോട്ടെ, മണ്ണിടിച്ചിലായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനെ ഒന്നും തകർക്കാൻ സാധിക്കാതെ, അല്ല ഒന്നിനെയും തകർക്കാൻ സാധിക്കാത്ത വിധം ഞങ്ങൾ ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണെന്നാണ് കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയോട് പറയുന്നത്. ആ വേദിയിൽ തന്നെ ടി സിദ്ദിഖ് ഇരിപ്പുണ്ട് കേട്ടോ. ഒന്നും ചെയ്യാതെയും എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഹസനം കാണിക്കുന്ന ടി സിദ്ദിഖ് ആ വേദിയിലുണ്ട്. എന്നിട്ടൊന്നും പ്രതികരിക്കാതെ അവിടെ ഇങ്ങനെ ഒരു ഇളിഭ്യനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ കാണുന്നത്, അല്ലേ? എന്നിട്ടും ജയിച്ചു ടി സിദ്ദിഖ്. എങ്ങനെ ജയിച്ചു? അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു വീട് പിണറായി ഒരു 170 വീടുകൾ വെച്ച് നൽകുമെന്ന് പറഞ്ഞ് വെറുതെ വെച്ച് നൽകുമെന്ന്, അല്ല വെറുതെ വെച്ച് നൽകിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്ന ആളുകൾ ഇത് കേൾക്കണം. അവർക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ. അതായത് വെറുതെ ഒരു വീടല്ല അവർക്ക് നൽകിയിരിക്കുന്നത്. ആ വീടിൻ്റെ സൗകര്യങ്ങൾ, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള മെച്ചപ്പെട്ട എല്ലാം നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ തന്നെയാണ് ആ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഫർണിച്ചർ അടക്കമുള്ളത്. അപ്പോൾ അങ്ങനെ നല്ലൊരു വീട്, സർക്കാർ പണിത് നൽകുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ ഒരു കെട്ടിട നമ്പർ വിട്ട് സർക്കാരിൻ്റെ ഫോട്ടോയും വെച്ച് ഈ സർക്കാർ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല ചെയ്തേക്കുന്നത്. ഒരു നിർമ്മാണ പദ്ധതിയുടെ പേരും കൊടുക്കാതെ അവിടെയുള്ള ആളുകൾക്ക് അവർക്ക് അവകാശപ്പെട്ട വീടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാർ സാധ്യമാക്കിയിരിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ കഴിവല്ല, സർക്കാരിൻ്റെ വലിയൊരു നേട്ടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സർക്കാരിൻ്റെ വലിയ നേട്ടം തന്നെയാണ്. ജനങ്ങളുടെ പണം എടുത്ത് തന്നെയാണ് ചെയ്തതെങ്കിലും അവിടെ ഒരു ഫലകം പോലും വെക്കാതെ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കി കൊടുത്തെങ്കിൽ അത് ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ടും ആണത്തം കൊണ്ടും മാത്രമാണ്. ഒരു സംഖ്യകളുടെയും പിന്നാലെ പോകാതെ, ഒരു കമ്മികളുടെയും ഒരു കൊങ്ങികളുടെയും പിന്നാലെ പോകാതെ എന്താണോ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞത് ആ നിലപാടിൻ്റെ ഒപ്പം സഞ്ചരിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനായിരുന്നു ഈ ഒരു പാർട്ടിയെ നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾക്ക് ഇന്ന് ഈ കാണുന്ന രീതിയിൽ കയറി കിടക്കാൻ ഒരു വീട് കിട്ടിയത്. ആ ജനങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് സാധ്യമാവില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ വന്നിരിക്കുന്ന സർക്കാർ കാരണം ആ സാധ്യമായിരിക്കുന്ന ആ സാധ്യത കൂടി തള്ളിക്കളയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ പാവങ്ങൾ ഇനി എങ്ങോട്ട് പോകുമെന്നറിയില്ല. എന്തായാലും എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇവരെന്തെങ്കിലും ചെയ്തു കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ വീഡിയോ കാണുന്നവരെ ഓക്കെ.